ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായ സാമ്പത്തിക നഷ്ടം ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ചേരുകയാണ്. തെറ്റായ ഓഡിറ്റ് വിവരങ്ങൾ കോടതിയിൽ എത്തിയത് വിലയിരുത്താനാണ് യോഗം. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് ബോർഡിന്റെ വിലയിരുത്തൽ. കൂടാതെ ഊരാളുങ്കൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ബില്ല് വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ ഉണ്ടായേക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇതിലൊരു സംശയം. ഈ ULCCS ഊരാളുങ്കൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവർ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പഴി മുഴുവൻ അവരുടെ തലയിൽ കെട്ടിവെച്ച് മുങ്ങാനുള്ള ഒരു തത്രപ്പാടിലാണോ ദേവസ്വം ബോർഡ് ഇപ്പോൾ? ശ്യാം, അല്പസമയം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. സംസാരിക്കുമ്പോൾ നിലവിൽ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു നിലപാട് വ്യക്തമാക്കാൻ കഴിയില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അതായത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല. അതിനുശേഷം ഇപ്പോൾ ഈ നിർണായകമായിട്ടുള്ള യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രതികരിക്കാം, എന്താണ് പറയാനുള്ളത് എന്ന കാര്യങ്ങളടക്കം പറയാമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ആണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു നിർണായക യോഗമാണ് ഇന്ന് നടക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഈ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ, കോടതിയിൽ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെല്ലാം ഉണ്ടായിരിക്കുന്ന പിശകുകളെല്ലാം ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. അതിൽ ആണ് ഈ ഊരാളുങ്കൽ അടക്കമുള്ളവ ഉള്ള കാര്യങ്ങളിലേക്കും അതിൽ നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു കാര്യങ്ങളിലേക്കെല്ലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു യോഗത്തിൽ നിലപാടുണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിലൊരു ഊരാളുങ്കലിനെ സഹായിക്കുന്ന നടപടിയിലേക്കൊക്കെ എത്തിച്ചേരുമെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ നിലവിൽ ഈ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വരുത്തുവാനോ അല്ലെങ്കിൽ എന്താണ് യോഗത്തിൽ ചേരാൻ ഉദ്ദേശിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുവാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. എന്തായാലും ഈ വലിയ രീതിയിൽ ശബരിമലയിലെ അയ്യപ്പ സംഗമം എന്ന പേര് നടത്തിയ ആളില്ലാ സംഗമത്തിൽ വളരെ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, പല കണക്കുകളും വരുന്നു, കണക്കുകളിലെ പൊരുത്തക്കേട് വരുന്നു. നന്ദഗോവിന്ദൻ ഭജൻസിനടക്കം പരിപാടി നടത്താത്ത ഭജൻസിനടക്കം പരിപാടി പണം നൽകിയെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ഓഡിറ്റിൽ വരുന്നുണ്ട്. മാത്രമല്ല, ഓഡിറ്റിൽ തന്നെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പിശകുകളുണ്ട്. അത്തരത്തിലുള്ള പിശകുകൾ സംഭവിച്ചതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ മറയ്ക്കുവാനാണ് അല്ലെങ്കിൽ ഇതിനെ ഒരു സംരക്ഷിക്കുവാനുള്ള നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഊരാളുങ്കൽ അടക്കമുള്ളവരുടെ എല്ലാം അവിടെ നിന്നെല്ലാം ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും അതിൽ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് നിലവിൽ ദേവസ്വം ബോർഡിന് പറ്റിയ വീഴ്ച, ഗുരുതരമായിട്ടുള്ള വീഴ്ച ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് പറ്റിയിരിക്കുന്നു. എന്നാൽ ആ വീഴ്ചകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റ് ഇടങ്ങളിൽ മറ്റ് കാര്യങ്ങളിലെല്ലാം പഴിച്ചായിരിക്കൊണ്ട് ദേവസ്വം ബോർഡിനെ ഒരു സേഫ് സ്ഥാനത്തേക്ക് നിർത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായിട്ടുള്ള യോഗമാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ ഒരു പശ്ചാത്തലം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കോടതിയുടെ ഒരു നിലപാട് വ്യക്തമാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ അടക്കം നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായിട്ടുള്ള ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത് എന്നത് കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും എന്ത് നിലപാടാണ് ഇനി ദേവസ്വം ബോർഡ് ഇതിൽ വിശദീകരിക്കാനുള്ളത്, വ്യക്തമാക്കാനുള്ളത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായതും അവർ മുറ്റുനോക്കുകയും ചെയ്യുന്നത്. 10:30 മണിയോട് കൂടി തന്നെ ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങൾ കൂടി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കും. പ്രശാന്ത്, ഈ വിഷയത്തിൽ എന്താണ് ദേവസ്വം ബോർഡ് ചെയ്യാൻ പോകുന്നതെന്ന് എന്തായാലും കംപ്ലീറ്റ്ലി വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന് പറയാനുള്ളത് എന്നതും കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരും കാത്തിരിക്കുകയാണ്.